കേരളം ആര് ഭരിക്കും എന്നറിയാൻ ഒരു ദിവസം മാത്രമാണ്. മറ്റന്നാൾ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. പോലീസ് ഭാഗത്തു నుండి എല്ലാ 41 സെൻറ്റേഴ്സിലും പൂർണ്ണമായിട്ടുള്ളൊരു സംരക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഫുൾ സെക്യൂരിറ്റി പ്ലാൻ തയ്യാറാക്കി നമ്മൾ എല്ലാ ജില്ലകളിലും എങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോ ആൻഡ് ഓർഡേഴ്സ് എവിടെയാണ്, അത് പ്രകാരം എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫോഴ്സിന് കരുതിയിട്ടുണ്ട്, അവർ ഡിപ്ലോയ് ചെയ്തു. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ആക്ഷൻ കൂടെ തുടങ്ങിയിട്ടുണ്ട് പോലീസ് ഭാഗത്തു నుండి. ആൻഡ് വി ഹാവ് ടേക്കൻ ആക്ഷൻ നമ്മുടെ കൂടുതലായിട്ടുള്ള CCTV നിരീക്ഷണം അതുപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണം കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാ മുഴുവൻ പോലീസിന് നമ്മുടെ സന്നിഹിതരാക്കി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതോടൊപ്പം തന്നെ നമുക്ക് കൗണ്ടിംഗ് സെൻറ്റേഴ്സിൻ്റെ സെക്യൂരിറ്റി ഒപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടെ നല്ല രീതിയിലുള്ള ഒരു സുരക്ഷാ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് UDF. തുടർഭരണമെന്ന ആത്മവിശ്വാസത്തിൽ LDF ഉണ്ട്. ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത മുന്നേറ്റം NDAയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഫലം വരാനിരിക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഉയർത്തിക്കാട്ടി ഇടുക്കി തൊടുപുഴയിലും കണ്ണൂരിലും ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. അതിനിടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ വിമർശിച്ച് കോട്ടക്കലിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടു. നേതാക്കൾ VD സതീശന്റെ PR ചതിക്കുഴിയിൽ വീഴരുതെന്നും മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുമാണ് ബാനർ. നമ്മുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായോടൊപ്പം തന്നെ R ശ്രീജിത്തും വിപിൻ C വിജയനും. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, ഇനി മറ്റന്നാളാണ്, അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? അനുജ, 2026 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 9-നാണ്. അത് 25-ാം ദിവസം വോട്ടെണ്ണുകയാണ്. ജനഹിതം എന്തെന്നറിയാൻ ഇനി കഷ്ടിച്ച 2 രാത്രിയും 1 പകലിന്റെയും ദൂരം മാത്രമാണ്. അങ്ങനെ മുന്നണികളും അതുപോലെ കേരളം ഒന്നടങ്കം, അത് രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസികളാവട്ടെ, അണികളാകട്ടെ, മുന്നണി നേതാക്കളാകട്ടെ, വോട്ട് ചെയ്ത ജനങ്ങളാകട്ടെ, അവർ ഒന്നടങ്കം എന്താണ് ജനവിധി എന്നറിയാൻ കാത്തിരിക്കുകയാണ്. ജനം തീരുമാനിച്ചിട്ടുണ്ട് വിധി എന്താണെന്ന്. അതിന് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സംസ്ഥാനത്തെ വോട്ടെണ്ണലിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചിട്ടുണ്ട്. 40 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് സംസ്ഥാനത്തെമ്പാടുമായി വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. അതിലേതാണ്ട് 15,465 ഉദ്യോഗസ്ഥർക്ക് വോട്ടെണ്ണലിന്റെ മാത്രം ചുമതല നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. അതിനുശേഷമായിരിക്കും EVM, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണൽ ആരംഭിക്കുക. ഒരു റൗണ്ട് എന്നാൽ 14 ബൂത്തുകളിലെ EVM മെഷീനുകൾ എണ്ണി തീർക്കുന്നതാണ് ഒരു റൗണ്ട്. അത് മാത്രമല്ല, ഏതെങ്കിലും വിധത്തിൽ വോട്ടെണ്ണലിന് സംശയമുണ്ടെങ്കിൽ, അതായത് ഈ ഫോം സിയുമായി ഒത്തുനോക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വോട്ടർ പട്ടികയിൽ സ്വാഭാവികമായി വോട്ട് ചെയ്തവരുടെ ഒരു ലിസ്റ്റ്, അത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ അടക്കം പക്കലുണ്ടാകും. അത്തരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി VVPAT പരിശോധിക്കാൻ അവർക്ക് ആവശ്യപ്പെടും. അങ്ങനെ VVPAT പരിശോധനയിലേക്ക് ആ ഘട്ടത്തിൽ കടക്കാൻ സാധിക്കും. എന്താണെങ്കിലും രാവിലെ 7 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറക്കും. അത് സ്ഥാനാർത്ഥിയുടെയോ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുടെയോ മറ്റുദ്യോഗസ്ഥരുടെയോ ഒക്കെ സാന്നിധ്യത്തോടു കൂടിയായിരിക്കും, വീഡിയോ റെക്കോർഡിംഗിന്റെ കൂടി അകമ്പടിയോടെ ആയിരിക്കും സ്ട്രോങ് റൂമുകൾ തുറക്കുക. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നുണ്ട്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും അറിയിക്കുന്നുണ്ട്. അത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു മാത്രമല്ല, അതല്ലാതെ തന്നെ സ്വാഭാവികമായി വിജയ തോൽവി ഉണ്ടാകുന്ന ഇടങ്ങളിൽ അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടോ എന്നടക്കം പോലീസിന് നോക്കേണ്ടതുണ്ട്. ആ വിധത്തിലടക്കമുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയതായി സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിച്ചത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും അവസാനവട്ട ഒരുക്കങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. അങ്ങനെ നെഞ്ചിടിപ്പോടുകൂടി രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കാത്തിരിക്കുന്നു. അനുജ, എന്തായാലും മുന്നണികളെല്ലാം ഒരുപോലെ വലിയ പ്രതീക്ഷയിലാണ്. ഭരണം നേടാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF. ഒരു 3ാം തവണ എന്നുള്ളത് LDF ആഗ്രഹിക്കുന്നുണ്ട്. ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലെല്ലാം വലിയ പ്രതീക്ഷ NDAയും വഹിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.